പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എഫെസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തില് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. സങ്കീർത്തന പുസ്തകത്തില് അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നൊരു വചനമുണ്ട്. അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. പൗലോസ് എന്ന മനുഷ്യന് അവന്റെ ഹൃദയദൃഷ്ടിക്ക് പ്രകാശമില്ലാതെ വന്നപ്പോ ഇരുട്ടായിരുന്നു. അവൻ ദൈവസഭയെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു. ദമാസ്കസിലേക്കുള്ള യാത്രമധ്യേ വാഹനമൃഗത്തിന്റെ മുകളിൽ കയറിയിരുന്നുള്ള യാത്രയ്ക്ക് കടന്നുപോകുക അധികാരപത്രവുമായിട്ട്. അപ്പോഴാ വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണപ്പോൾ സൂര്യനെ വെല്ലുന്ന വിധത്തിലുള്ള വലിയൊരു പ്രകാശം അവന്റെ മേൽ വന്നു പതിച്ചു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. കർത്താവേ, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവനോട് പറയാ, നീ പീഡിപ്പിക്കുന്ന നസ്രാനായ യേശുവാ ഞാൻ. ആ സമയം മുതൽ അവന്റെ കണ്ണിൽ ഒരു ചിതമ്പല് പോലെ വന്ന് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ ആരെയും കാണാൻ കഴിയുന്നില്ല. അനനിയാസ് എന്നൊരു മനുഷ്യൻ വന്ന് അവന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ശൗലേ, നീ ബലം പ്രാപിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. നീ ജാതികളുടെ അടുക്കലും രാജാക്കന്മാരുടെ അടുക്കലും ഇസ്രായേൽ ഗ്രഹത്തിന്റെ അടുക്കലും പോയി എന്നെ നീ സാക്ഷ്യം വഹിക്കും. ഈ വിളിയാലുള്ള ആശ അറിയണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോൾ ബൈബിൾ അങ്ങനെയാ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന്, അവന്റെ ബലത്തിന്റെ ബലവത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾ അതറിയണം. പൗലോസ് എന്ന മനുഷ്യന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോൾ വിളിയാനുള്ള ആശ എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നിട്ടോ അവൻ ആ വേല ചെയ്യുക ചെയ്തത്. വെറുതെയുള്ള ഒരു വിളിയല്ല അവന് കിട്ടിയത്. പ്രിയമുള്ളവരെ, അനേകരുടെ അടുക്കൽ അവന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വിളി. അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൻ ഗമാലിൽ എന്ന വേദപണ്ഡിതന്റെ പാദത്തിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ വള്ളിപുള്ളി തെറ്റാതെ അവൻ പഠിച്ചു വളർന്നു വന്നവനായിരുന്നു. അങ്ങനെ അവൻ എരിവുകാരനായിരുന്നു, തീഷ്ണതയുള്ളവനായിരുന്നു. അവൻ അന്ന് യഹൂദ മതത്തിന്റെ ആചാരങ്ങൾക്ക് യോജിച്ച വിധത്തിൽ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്ന അവന്, എരിവുകാരനായിരുന്ന അവന്, ക്രിസ്തു എന്ന വേറൊരു ദൈവം വേണ്ട എന്ന് പറഞ്ഞ് അവൻ ആ വിശ്വാസത്തിലുള്ളവരെ പീഡിപ്പിച്ചു നടന്നവന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോ അവന് കർത്താവിന് വേണ്ടി ജീവിതം ഉരിഞ്ഞു കൊടുക്കാൻ ഇടവന്നു. അവൻ പറയുക, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അവന്റെ ജ്ഞാനവും അവന്റെ അറിവും അവൻ താഴെ വച്ചു. എന്നിട്ടോ അവന്റെ ഹൃദയത്തിൽ വന്ന പ്രകാശം അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്ന വിധത്തിലേക്ക് അവൻ കടന്നു പോകാൻ ഇടവന്നു. അവന്റെ വാക്കുകൾ മൂർച്ചയേറിയ അസ്ത്രം പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് തുളച്ചു കയറുമായിരുന്നു. കാരണം അത് ദൈവവചനമായിരുന്നു. അനേക ഹൃദയങ്ങൾ വിടുവിക്കപ്പെട്ടു. മരിച്ച മനുഷ്യൻ എഴുന്നേറ്റു. രോഗികൾ സൗഖ്യപ്പെട്ടു. അവൻ നടന്നു പോയിടത്ത് വലിയ സൗഖ്യങ്ങളും വിടുതലുകളും ഉണ്ടായി. ഇതേ അത്ഭുത പ്രവൃത്തി നടത്താൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്.
ഹൃദയദൃഷ്ടി പ്രകാശിച്ചാലുണ്ടല്ലോ, നമ്മുടെ വിളിയിലുള്ള അനുസരിച്ചുള്ള ശുശ്രൂഷ വെളിപ്പെടും, പ്രാർത്ഥന വെളിപ്പെടും, കൂട്ടായ്മ വെളിപ്പെടും, ജീവിതം വെളിപ്പെടും. അതിനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചത്. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ദൈവം മാറ്റാൻ പോവുക. ഈ വചനത്താൽ നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ ഭവനത്തിന്മേലുള്ള ഒരു ദൈവിക സാന്നിധ്യം ഇറങ്ങാൻ കർത്താവ് ഇപ്പോൾ ഇവിടെയാക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.